എലിവേശേ ഇവിടെ എവിടെയോ വെച്ചിരുന്നതാ. ആ കിട്ടി. ആഹാ, അവരൊക്കെ പോയായിരുന്നോ? ജലജേച്ചി, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. എടി അത്താഴം കഴിച്ചിട്ട് പോവാം. വേണ്ട ജലജേച്ചി, അവിടെ മേഘയും മണിക്കുട്ടനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. മാളു വന്നേ. അമ്മ പൊയ്ക്കോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കുറച്ച് കഴിയണ്ട, നീ എന്റെ കൂടെ ഇങ്ങോട്ട് വന്നേ. നീ പൊയ്ക്കോ സുധേ. അത്താഴം കൊടുത്തിട്ട് ഇവളെ ശ്രീകുട്ടനെയും കൂട്ടി വിട്ടേക്കാം. മാളു, അധികം വൈകല്ലേ, വേഗം വരണേ. ഇല്ലമ്മ. വാ മോളെ. ഭരതേട്ടാ, ഒന്ന് ഇങ്ങോട്ടൊന്ന് സഹായിച്ചേ. എന്റെ സാവിത്രി, ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുക. ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടടി. അല്ലടാ, എത്ര ക്ഷീണിക്കാൻ മാത്രം നീ ഇവിടെ എന്താ ചെയ്തേ? എന്റെ ചേച്ചി, അത് പറയാതെ നിങ്ങൾ എല്ലാരും കണ്ടതല്ലേ, പൂജ തുടങ്ങി തീരുന്നവരെ ഞാനൊരൊറ്റ നിൽപ്പല്ലായിരുന്നു. എന്തേ? ഓ, ആഹാ, അങ്ങനെ ഒറ്റ നിപ്പ് നിൽക്കാൻ ഭരതമാമയുടെ ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അല്ല, അങ്ങനെ ആരെങ്കിലും പറയണോ? എനിക്ക് തോന്നി, ഞാൻ നിന്നു. ഈശ്വര ചിന്ത വന്നാ ഞാൻ എല്ലാം മറക്കും. പിന്നെ കള്ള പണിയെടുക്കാതിരിക്കാനുള്ള ഒരു അടവ് നോക്കിയേ. ഡി അമ്പിളി, മോളെ ഒന്ന് വന്ന് സഹായിക്കടേ. ഇപ്പൊ വരാം, ഒരു മിനിറ്റ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തോട്ടെ. നീ ഫോണിൽ കളിച്ചത് മതി. എന്താ അമ്മേ, ഫോണിങ് താ. ഞങ്ങൾ ഇത്രയും പേര് ജോലി ചെയ്യുന്നത് നിന്റെ കണ്ണിൽ കണ്ടൂടെ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? നീ ജലജേച്ചിയുടെ കയ്യിൽ നിന്ന് ആ വിളക്ക് വാങ്ങിച്ച് പൂജാവരെ കൊണ്ടുവയ്ക്ക്. ചെല്ല്. പിടിക്ക്. പറഞ്ഞാ കേക്കൂല. മാളുക്കുട്ടി, ഇതൊന്ന് വെച്ചേക്കാവോ? നിനക്ക് വെച്ചൂടെ? പ്ലീസ്. താങ്ക് യു. കഴിഞ്ഞില്ലേ? അതെ. എവിടെ? എങ്ങോട്ടാ? എടി, പറയുന്ന ജോലി മാത്രം ചെയ്തിട്ട് പോകാതെ. നോക്ക്, ഇവിടെ ഇത്രയും പണി കിടക്കുക. എനിക്ക് മോളെ അമ്പിളി, നീ ആ പ്രസാദം എടുത്ത് പൂജാമുറി കൊണ്ടുവച്ച. പ്രസാദം എടുത്ത് ഭദ്രമായിട്ട് വെച്ചാ മാത്രം പോരാ, തൊട്ടടുത്ത് എലിവേഷൻ കൂടി വെക്കണം. ഓ, അല്ലെങ്കിൽ പ്രസാദം എലി തിന്നോണ്ട് പോവും. നീയേ ആദ്യം പോയ എലിവേഷൻ എടുത്തോണ്ട് വാ. മാറും. പോ മടിച്ച് കോത പോ. എടാ ഭരത, ഇതങ്ങ് പൂജാമുറി കൊണ്ടുവയ്ക്കേ. എനിക്ക് വയ്യാന്ന് പറഞ്ഞല്ലേ ചേച്ചി. ഭരതേട്ടാ. ശരി, ഞാൻ ചെയ്തോളാം. ഇങ്ങനൊരുത്തൻ. ഏതു നേരം നോക്കിയാലും ഇവിടെ ആളല്ലേ. പ്രൈവസി എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. നീ എങ്ങനെയാ ഇവിടെ കഴിയുന്നേ? ചേച്ചി, എന്താ ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എലിവേശേ ഇവിടെ എവിടെയോ വെച്ചിരുന്നതാ. ആ കിട്ടി. ഏട്ടത്തി, അമൃത ഏട്ടത്തി.
ഏട്ടത്തി എന്താ? എന്തു പറ്റി? ഏട്ടത്തിക്ക് ഒരു ടെൻഷൻ പോലെ. ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഇല്ലെന്നേ. ഉറപ്പല്ലേ? ഉറപ്പാ. എന്നാ വാ, ഏട്ടത്തിയെ ജലജമായി തിരക്കുന്നുണ്ട്. വരൂ. ഓ എന്റെ നമുക്ക് കഞ്ഞി ഈശ്വര, വെക്കട്ടെ? ഞാനൊക്കെ വിശന്നിരിക്കാൻ. എപ്പോഴാ അല്ലാത്ത എടാ ഇന്നും കഞ്ഞിയാണോ? മാളു ആ നീ കഞ്ഞി ഇരിക്ക്. അങ്ങ് കഞ്ഞി. ദാ, വെക്കട്ടെ. ഞാൻ ജലജമായുടെ കൂടെ പിന്നെ കഴിച്ചോളാം. അതൊന്നും വേണ്ട, നീ അങ്ങോട്ട് ഇരിക്കേ. ജലജമായി കഴിച്ചിട്ടില്ലല്ലോ. എടി എനിക്ക് എന്താ ധൃതി? നിനക്ക് വീട്ടിൽ പോണ്ടേ? കഴിച്ചിട്ട് പോയാ മതി. അങ്ങോട്ട് ഇരുന്നേ. പപ്പടം വേണോടി? ഹായ് പപ്പടം. എടാ ശ്ശോ, എന്ത് എടി എടി ഒരെണ്ണെങ്കിലും തന്ന നടക്കുന്ന പ്രശ്നം. അവിടെ ഇരിപ്പുണ്ട്, അതിൽ നിന്ന് എടുത്തു. എടി അതിൽ നിറയെ എണ്ണയല്ലേ? അച്ഛന് നല്ല BP ഉണ്ട്, പപ്പടം കഴിക്കണ്ട. എന്റെ മോളെ, ഞാൻ ബീപ്പിടെ മരുന്ന് കഴിക്കണ്ടല്ലോ. പിന്നെന്താ? വേണ്ട. ഇവൾക്ക് എന്താ പ്രശ്നം? രണ്ടുപേരും കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങാതെ കഴിക്കാൻ നോക്ക്. അമ്മേ ആ? മതി, അമൃത ഇത്ര ഒന്നും കഴിക്കുകയല്ല. മോളെ മതിയോ? മതി. ആ ദേ, നല്ല ക്ഷീണം ഉണ്ടാവും. നല്ലോണം കഴിച്ചോ. എന്താ ഒന്നും കഴിക്കാത്ത? കഴിക്ക മനുഷ്യ. കഴിക്കാം. ഞാനീ കഴിക്കുന്നത് അവസാനത്തെ അത്താഴമാണല്ലോ. എന്നെ കിട്ടിയതില് ശ്രീനാഥ് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ എന്റെ മനസ്സിൽ എന്താണെന്ന് ആൾക്കറിയില്ല. ശ്രീനാഥിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചവരുടെ തെറ്റാണല്ലോ.